പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം അടുത്ത സാമ്പത്തിക വർഷം തന്നെ തുടങ്ങണമെന്നാണ് തീരുമാനിച്ചത്. SP-യെ കണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ച് അവരെയെങ്കിലും വരുത്തി. നമ്മൾ ഈ പറയപ്പെട്ടിട്ടുള്ള അഹമ്മദ് കുരിക്കൽ നഗർ, പിന്നെ സെൻട്രൽ ജംഗ്ഷൻ, അങ്ങനെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഈ 3-4 ഭാഗത്താണ് കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത്. ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളോട്, വായനയോട്, എഴുത്തിനോട് ഒക്കെ താല്പര്യമുള്ള ധാരാളം ആളുകളുള്ള നാടാണ് ഈരാറ്റുപേട്ട. പക്ഷെ ഇന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ഈരാറ്റുപേട്ടയുടെ നഗരപാതയോരങ്ങൾ വളരെ വൃത്തിയാണ്. ക്ലീൻ സിറ്റിയായി പാതയോരങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരുപാട് സുമനസ്സുകളായ ആളുകളുടെ നാടാണ് നമ്മുടെ നാട്. ഇപ്പൊ സ്കൂളിൽ പോകുമ്പോ ഇച്ചിരി ഒരു സ്റ്റാർ പരിവേഷം കിട്ടുന്നുണ്ടോ? പാർട്ടി മുനിസിപ്പൽ ചെയർമാനാണ്. ഇനി ശുചിത്വത്തിൻ തിളക്കം D-Fix-ലൂടെ. നമസ്കാരം. ഈ ന്യൂസിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ന്യൂസിനോടൊപ്പം ഉള്ളത് ഈരാറ്റുപേട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VP നാസറാണ്. ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് ആവശ്യങ്ങൾ ഏറെയുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് ഈരാറ്റുപേട്ട നഗരസഭയുടെ തലപ്പത്ത് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈരാറ്റുപേട്ടയ്ക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ടെന്ന്. എൻ്റെ ആ ചോദ്യത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും. കാരണം ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് നഗരസഭയാണ്, ഒരു നഗരപ്രദേശമാണ്. അപ്പം നഗരപ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും വരാനുണ്ട്. ഞാൻ കഴിഞ്ഞ സംസാരങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളത്, ഗ്രാമപഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും ഭരണകർത്താക്കൾ നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പ് കുടിവെള്ളത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമായിരുന്നു. ഈരാറ്റുപേട്ടയിൽ ഏത് പ്രദേശത്ത് ചെന്നാലും കുടിവെള്ളത്തിന് വലിയ പ്രയാസമായിരുന്നു. ആ കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരമായിക്കൊണ്ട് ജനകീയ ജലസേചന പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് അന്നത്തെ മഹാനായ അഡ്വക്കേറ്റ് VMA കരീം സാഹിബ്, അദ്ദേഹത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് വന്ന ഓരോ ഭരണസമിതികളും ആ ജലസേചന പദ്ധതികൾ വഴി കുടിവെള്ള ക്ഷാമത്തിന് വലിയ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റോഡുകൾ ഒക്കെ അതിൽപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം നഗരസഭയായിരിക്കുകയാണ്. നഗരസഭ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇപ്പം നിങ്ങൾ പ്രിയപ്പെട്ട ഹാഷിം ലബ്ബ, നിങ്ങൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് വർഷങ്ങളായി പൊതുരംഗത്തുള്ള ആളാണ്, പ്രത്യേകിച്ചും മീഡിയ രംഗത്തുള്ള ആളാണ്. നിങ്ങൾക്കറിയാം ഈ നാട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്. ഞാനും നിങ്ങളുമൊക്കെ, എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് പല പ്രദേശങ്ങളിലൂടെയും കടന്നു പോകുന്ന ആൾക്കാരാണ്, യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അവിടങ്ങളിൽ കാണുന്ന ഒരു സിറ്റി, ഒരു നഗരത്തിനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഘട്ടം ഘട്ടമായി അത് പഠിച്ച് മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള സോഴ്സ് ഉപയോഗിച്ച് നടപ്പിലാക്കണമെന്നുള്ളതാണ് നമ്മുടെ ഭരണസമിതിയുടെ ഒരു ആഗ്രഹം. അല്ല, ഏറ്റവും പരമപ്രധാനമെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യം ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 4 പതിറ്റാണ്ടിലേറെ കാലം പഴക്കമുള്ള ബസ് സ്റ്റാൻഡ് പൊളിച്ച് കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. ആ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ എൻ്റെ പണി തുടക്കം കുറിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് പെട്ടെന്ന് ഉണ്ടായ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു തിരക്കിൽ കാരണം അത് നടക്കാതെ വരികയും, പുതിയ ഭരണസമിതി ആ ബസ് സ്റ്റാൻഡ് കാര്യത്തിൽ എങ്ങനെയാണ് ആ ഒരു കാഴ്ചപ്പാട്? പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം അടുത്ത സാമ്പത്തിക വർഷം തന്നെ തുടങ്ങണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ നഗരസഭയുടെ ഇതിനോടൊപ്പം തന്നെ 2-3 കൗൺസിൽ മീറ്റുകൾ കൂടുകയുണ്ടായി. ആ കൗൺസിൽ യോഗത്തിലെല്ലാം നഗരസഭയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇതൊരു വലിയ കോംപ്ലക്സ് ആയിട്ടൊന്നുള്ളതല്ല, അവിടെ ബസ്സുകൾക്ക് സുഗമമായി കയറി ഇറങ്ങി പോകാനുള്ള ഒരു പാർക്കിംഗ് ഏരിയ, വലിയ വിശാലമായ ഭൂപ്രദേശമൊന്നുമല്ല. പക്ഷേ ഈരാറ്റുപേട്ടയുടെ ഹൃദയഭാഗത്താണ് ആ സ്ഥലമുള്ളത്. നല്ല ആംബിയൻസ് ഉള്ള ഒരു പ്ലോട്ടാണ്. അവിടെ ഏറ്റവും മനോഹരമായ രീതിയിലുള്ളൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമുക്ക് ഉടൻ തന്നെ പണി കഴിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം നമ്മൾ എന്തായാലും അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണുള്ളത്. അത് നിലവിലെ ഉള്ള ആ ഒരു രീതിയിൽ തന്നെയാണോ പണി ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന രീതിയിലാണോ, അതല്ല കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വിശദീകരിക്കുക? നിലവിൽ കഴിഞ്ഞ ഭരണസമിതി
ആ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട ഒരു DPR തയ്യാറാക്കി അത് അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിനുള്ളൊരു വായ്പ ആ ഫയൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ ഫയൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ പ്ലാൻ DPR തയ്യാറാക്കിയ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അടുത്ത ദിവസം നഗരസഭാ കൗൺസിൽ വന്ന് ആ കാര്യങ്ങൾ നിലവിലുള്ള പ്ലാൻ എന്താണ് എന്നുള്ളത് വിശദീകരിക്കും. അതിനുശേഷം നമ്മുടെ നാട്ടിലെ എൻജിനീയറിംഗ് വൈഭവമുള്ള ആളുകളുമായി ഒന്ന് കൂടിയിരുന്ന് ആലോചിച്ച് അതുമായി മുന്നോട്ട് പോകണോ അതോ ഇനി അതല്ല അത് കൺജസ്റ്റഡ് ആണെന്ന് ബോധ്യം വന്നാൽ നമ്മൾ പുതിയൊരു പ്ലാനിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം കൂടെ ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭരണസമിതി ഉള്ളിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. വളരെ അത്യാവശ്യമായ കാര്യമാണല്ലോ. കാരണം കഴിഞ്ഞ ഭരണസമിതി അത് പൊളിച്ചു നീക്കേണ്ട സാഹചര്യം വന്നപ്പോഴാണ് പൊളിച്ചു നീക്കിയത്. തീർച്ചയായിട്ടും പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. കെട്ടിടത്തിന്റെ അവസ്ഥ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, നമുക്ക് എന്നും ഒരിക്കലും ഒരു പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഒരു ട്രാഫിക് സംവിധാനം. ഈയിടെ ചെയർമാന്റെ നേതൃത്വത്തിൽ ട്രാഫിക് കമ്മിറ്റി കൂടുകയൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മൾ പല പ്രാവശ്യം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്താണെങ്കിൽ പോലും കുരുക്കൽ നഗറിന്റെ ഭാഗത്തൊക്കെ നമ്മൾ ട്രാഫിക് സംവിധാനങ്ങൾ പരിഷ്കരിച്ചെങ്കിലും പക്ഷെ ഒന്നൊരു പൂർണ്ണതയിലെത്താൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതിനുള്ള ഒരു മാറ്റം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഈ ട്രാഫിക്കിന്റെ ഒരു തീരുമാനങ്ങൾ നടപ്പിൽ വരണമെങ്കിൽ അത് കഴിഞ്ഞ ട്രാഫിക് മീറ്റിംഗ് എന്നല്ല, കഴിഞ്ഞ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും പറയുകയുണ്ടായി. അതായത് ഗ്രാമപഞ്ചായത്തിന്റെ കാലഘട്ടം മുതൽ ശരിക്കും പറഞ്ഞാൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ടൗണിൽ ഒരു ഗതാഗതക്കുരുക്കിന്റെ സ്വഭാവം അതിന്റെ ഒരു കാര്യങ്ങൾ തുടങ്ങുന്നത് പക്ഷേ PK ലിയാർ സാഹിബ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടം മുതലാണ് കൂടുതൽ ഒരു തിരക്ക് വരുന്നത്. അപ്പം അതിനു മുമ്പ് കുറച്ചുകൂടെ ഒരു ഒരു ഗ്രാമത്തിന്റെ ലെവലിലേക്ക്. അപ്പം ആ കാലഘട്ടം മുതൽ നടക്കുന്ന ട്രാഫിക് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം കൂടിയ കൗൺസിലുകളിൽ കൂടിയ ട്രാഫിക് കമ്മിറ്റിയിലും പങ്കെടുത്തത്. കഴിഞ്ഞ ഭരണസമിതി കുറച്ച് പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടായി. പക്ഷെ ആ പരിഷ്കാരങ്ങളും ട്രാഫിക് തീരുമാനങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ അത് പോലീസിനെ കൊണ്ടേ സാധിക്കും. ഒന്നുകിൽ ട്രാഫിക് യൂണിറ്റ് ഈരാറ്റുപേട്ടയിൽ വരുത്തുക. ട്രാഫിക് യൂണിറ്റ് വന്നാൽ ട്രാഫിക് യൂണിറ്റിന്റെ കീഴിൽ ട്രാഫിക് വാഹനം ഉണ്ടാവും. അതുകൂടാതെ SI ഒരു 7-8 ഉദ്യോഗസ്ഥരുണ്ടാവും. അല്ലെങ്കിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു 3-4 ഉദ്യോഗസ്ഥരെയും. കഴിഞ്ഞ വർഷം കോട്ടയം SP ബന്ധപ്പെട്ട് നമുക്ക് ഈരാറ്റുപേട്ടയ്ക്ക് ഒരു 4 ട്രാഫിക് യൂണിറ്റ് പോലീസുകാരുണ്ടായിരുന്നു, കൺട്രോൾ പോലീസുകാരുണ്ട്. പക്ഷെ അവരിപ്പോൾ ശബരിമല ഡ്യൂട്ടിക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ SP കണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ച് അവരെയെങ്കിലും വരുത്തി. നമ്മൾ ഈ പറയപ്പെട്ട രീതിയിലുള്ള അഹമ്മദ് കുരുക്കൽ നഗർ, പിന്നെ സെൻട്രൽ ജംഗ്ഷൻ, അങ്ങനെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഈ 3-4 ഭാഗത്താണ് കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ എന്തെല്ലാം തീരുമാനമെടുത്താലും ചെയർമാൻ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ, നാട്ടുകാർ, സന്നദ്ധ സംഘടനകളൊന്നും അല്ലല്ലോ ട്രാഫിക് നിയന്ത്രിക്കുന്നത്. അതൊക്കെ ശാശ്വതമായ പരിഹാരമല്ല. അത് നമ്മൾ 1-2 ദിവസം ചെയ്യാം. പക്ഷെ അതിന് കൃത്യമായിട്ട് നമ്മൾ പോലീസിന്റെ ഒരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ്. വലിയ ട്രാഫിക് പരിഷ്കാരമൊന്നും ഈരാറ്റുപേട്ടയിൽ വേണമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അത്രയേറെ ഒരു ട്രാഫിക് ഗതാഗത കുരുക്കൊണ്ടെന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നാൽ അത് കൂടിക്കൂടി വരികയാണ്. ക്രമാതീതമായി കാലം ചെല്ലുന്തോറും പിന്നെ ഗതാഗത കുരുക്ക് കൂടി വരികയാണ്. അതിനെന്തായാലും നമുക്ക് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അതിന് ഈ പറയപ്പെട്ട 3-4 പോയിന്റുകളിൽ കൃത്യമായ ഒരു ചെറിയ പരിഷ്കാരങ്ങൾ വരുത്തി നമുക്കതിന് പോലീസിനെ വിന്യസിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഈ തടവനാൽ കോസ്വേയിലൂടെയൊക്കെ നമ്മുടെ പുത്തമ്പള്ളി കോസ്വേയിൽ നിന്നും കയറി തടവന വഴി ഇറങ്ങുകയാണെങ്കിലൊക്കെ കുറേയേറെ ട്രാഫിക് സംവിധാനത്തിന് ഈ തിരക്കിന് കുറെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും. പക്ഷെ അവിടെയൊന്നും നമുക്കൊരു പൂർണ്ണമായ രീതിയിലേക്ക് ആ ഒരു സംവിധാനം എത്തുന്നില്ല. റോഡിന്റെ ചില പോരായ്മകളുണ്ട്, തിട്ടിടിയും എന്നുള്ളൊരു ഭയമുണ്ട് വണ്ടിക്കാർക്ക്. അങ്ങനെ പല വണ്ടിക്കാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഉപയോഗപ്പെടുത്താൻ MLA ആയിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ നടക്കുന്ന കാര്യം. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് ആളുകൾ, ഇന്നലെയും ഞാൻ നമ്മുടെ ഈരാറ്റുപേട്ട ബാർ അസോസിയേഷന്റെ ഒരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വെച്ചും ഈരാറ്റുപേട്ടക്കാരല്ലാത്ത അഭിഭാഷകർ, ഈരാറ്റുപേട്ടയിൽ ദിവസവും വന്നു പോകുന്ന അഭിഭാഷക സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ ഒരു നിർദ്ദേശമാണ് ഇപ്പം ഹാഷിം ഇവിടെ സൂചിപ്പിച്ചത്. അതായത് പിന്നെ തടവനാൽ പാലത്തിൽ നിന്നും നമ്മുടെ മൊഹീദ്ദീൻ പള്ളി ജംഗ്ഷനിലേക്ക് വന്ന ആ കോസ്വേ കയറി കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് ഗതാഗതക്കുരുക്കില്ലാതെ പോകാൻ പറ്റിയ ഒരു റൂട്ടാണത്. അപ്പൊ ആ റൂട്ട്, ആ പാലം ഒക്കെയാണ്. പക്ഷെ പാലം കഴിഞ്ഞ് നമ്മുടെ കോസ്വേ ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്ത് റോഡിന് വീതി ഉണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ അത് പഴയ കാലത്തെ റോഡ്
മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ചെറുവണ്ടികളെ പോകത്തുള്ളൂ. പക്ഷെ അത് നമ്മുടെ മീനച്ചിലാറിന്റെ തീരം ചേർന്ന് വീതി കൂട്ടി ആ റോഡ് എടുത്താൽ ഒന്ന് ആ പ്രദേശം വളരെ മനോഹരമാകും, രണ്ടാമത് വളരെ വീതിയുള്ള നല്ല ഒരു സുഗമമായ ഗതാഗത സംവിധാനത്തിന് പറ്റിയൊരു സാഹചര്യം കൂടിയാണ്. അതിന് നമ്മൾ ഇപ്പൊ പറയപ്പെട്ടതുപോലെ MLA അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ചെയ്ത് ഈ ഭരണകാലയളവിൽ തന്നെ അതിനുള്ളൊരു വലിയ ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും. മറ്റൊന്ന്, നമുക്ക് ഏതൊരു പട്ടണത്തിൽ ചെല്ലുകയാണെങ്കിലും, പട്ടണത്തിലാണെങ്കിലും ഗ്രാമങ്ങളിൽ ചെല്ലുകയാണെങ്കിലും എല്ലാ സ്ഥലത്തും ഒരു ലൈബ്രറി, ഒരു റീഡിംഗ് റൂം, നമുക്കും പേരിന് ഒരു ലൈബ്രറി ഉണ്ട്, പക്ഷേ അതൊരു കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും ഈ ലൈബ്രറി പുസ്തകങ്ങളോട് താല്പര്യമുള്ള പലരും പറയാറുണ്ട്. ആ ഒരു കാര്യത്തിൽ എന്താണ് മുനിസിപ്പാലിറ്റിക്ക് ഒരു പുതിയ തീരുമാനം വല്ലതും? എനിക്കും ആ ഒരു കാഴ്ചപ്പാടാണ്. ഞാനും പൊതുവെ വിദ്യാഭ്യാസ മേഖലയോട് താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആശുവിനറിയാം, ആശുവും PTA പ്രസിഡന്റ് ആയിരുന്ന കടുവാമഴി PMSA സ്കൂളിന്റെ ഒരവസ്ഥ. ആ സ്കൂളിന്റെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയപ്പോൾ നമ്മൾ ആ സ്കൂൾ ഇടപെട്ടു. ഇന്ന് അവിടെ ധാരാളം കുട്ടികളായ സ്കൂളിനായി പോകുന്നു. അതുകൂടാതെ 5 വർഷം നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന സമയത്തും നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് കുറേ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നമുക്ക് നമ്മുടെ ലൈബ്രറി വളരെ കൃത്യമാണ് പറഞ്ഞത്. ആ ലൈബ്രറി ശരിക്കും പറഞ്ഞാൽ പബ്ലിക് അത് വേണ്ട വിധത്തിൽ നിന്നല്ല, ഒട്ടും തന്നെ ഉപയോഗപ്പെടുന്നില്ല. പത്രം വായിക്കാനുള്ള ഒരു റീഡിംഗ് റൂമായി അത് പലപ്പോഴും മാറാറുണ്ട്. പക്ഷെ എന്നാൽ ആ ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങളൊക്കെ ഉണ്ട് താൻ. അത് കുറച്ചുകൂടെ ഒരു ജനകീയമാക്കിക്കൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്ന ആ ലൊക്കേഷൻ തന്നെ ഒന്ന് മാറ്റേണ്ടി വരും. ലൈബ്രറിയുടെ ഒരു ആംബിയൻസിലല്ല ആ ലൈബ്രറി. ചെയർമാനെ, ഒരു സംശയം, നമ്മൾ ഈ ലൈബ്രറി മറ്റുള്ള സാംസ്കാരിക സംഘടനകളെയോ അങ്ങനെയൊക്കെ ഒന്ന് ഏൽപ്പിക്കാം, അങ്ങനെ വല്ല വകുപ്പുണ്ടോ? നഗരസഭയുടെ ലൈബ്രറിയുടെ നടത്തിപ്പിന് മറ്റ് സംഘടനകളെ ഏൽപ്പിക്കാൻ അത് പറ്റില്ല. പക്ഷെ ലൈബ്രറിക്ക് ഒരു സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ ഭാരവാഹികളായി അതിന്റെ നടത്തിപ്പുകാരായി അവരെ കോപ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു പബ്ലിക്കിൽ നിന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അങ്ങനെയാണെങ്കിലും ഇത് ഒരുപാട് മാറ്റമുണ്ടാകും. സത്യമാണ്. ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളോട്, വായനയോട്, എഴുത്തിനോട് ഒക്കെ താല്പര്യമുള്ള ധാരാളം ആളുകളുള്ള നാടാണ് ഈരാറ്റുപേട്ട. പ്രത്യേകിച്ച് ഇപ്പം പുതിയ തലമുറയിൽ അല്ലെങ്കിൽ കുറെ ആളുകൾ ആ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തിയിരുത്തിക്കൊണ്ട് ഈ ലൈബ്രറിയുടെ ഒരു എന്താ പറയാ ഒരു വികസനം നമുക്ക് അടിയന്തരമായി അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള ഒരു നഗരമാണ് ഈരാറ്റുപേട്ട. പക്ഷെ നമ്മൾ ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 4 മണിക്ക് ശേഷം നമ്മുടെ PHSൽ ചെല്ലുകയാണെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല, ഒരു കിടത്തി ചികിത്സയില്ല. എല്ലാ സംവിധാനവും ഉണ്ട്, ഇഷ്ടംപോലെ ബെഡുണ്ട്, നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു എത്ര ബുദ്ധിമുട്ട് വരുന്ന ഒരു രോഗിനെയും കിടത്തി ചികിത്സിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഒരു പരാതി കണക്കെ നമ്മളോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അത് ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഈരാട്ട് PHSയുടെ ആ ഒരു അതിന്റെ കിടത്തി ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചത് കുറെ നാളുകളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 30 വർഷത്തോളമായി ഈരാറ്റുപേട്ട ഒരു താലൂക്ക്, ഈരാറ്റുപേട്ട ആസ്ഥാനമായ ഒരു താലൂക്ക് നിലവിൽ വരണമെന്നുള്ള ഒരു ആവശ്യം തുടങ്ങിയിട്ട് 10-35 വർഷമായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈരാറ്റുപേട്ട ഗവൺമെൻറ് ആശുപത്രി ഇന്നതൊരു ഫാമിലി ഹെൽത്ത് സെൻ്ററാണ്. അത് ഈരാറ്റുപേട്ടയുടെ ഈ പോപ്പുലേഷൻ, ഇവിടുത്തെ ജനസാന്ദ്രതയൊക്കെ കണക്കിലെടുക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു താലൂക്ക് ആശുപത്രിയായി വരേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അത്രയേറെ രോഗികൾ അവിടെ വരുന്നുണ്ട്. നഗരസഭയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലത്തിൽ പഞ്ചായത്ത് സംവിധാനം സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തൊക്കെ സഹകരിച്ച് ആ ബിൽഡിങ് പരമാവധി എത്രമാത്രം പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ നിലയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ അടുത്ത നാളിൽ MLAയുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായി. പക്ഷേ നമുക്ക് അത് പോരാ. അവിടെ ശരിക്കും പറഞ്ഞാൽ 2 ഏക്കറിന് മുകളിൽ സ്ഥലമുണ്ട്. അവിടെ ഒരു വലിയ ഒരു ഹോസ്പിറ്റൽ സമുച്ചയം വന്ന് IP യൂണിറ്റ് ഫുൾ ടൈം അതിനുള്ള ഒരു കിടത്തി ചികിത്സയും ഡോക്ടർമാരുടെ എണ്ണമൊക്കെ കൂടി അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് എന്തുകൊണ്ടോ വന്നില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ ആ ഗവൺമെൻറ് ആശുപത്രി ഇപ്പോഴും പഴയപടി എന്ന് പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത ആശുപത്രിയുടെ വികസനം എത്താത്തതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ, ഡോക്ടർമാരുടെ എണ്ണത്തിൻ്റെ കുറവും ഒക്കെ. പക്ഷേ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിൽ നിന്നും നമുക്ക് 2 ആശുപത്രികൾ, വെൽനസ് സെന്ററുകൾ വടക്കേക്കരയിലും നടക്കലുമായി കിട്ടിയത്. ഇന്നലെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടറുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഡോക്ടർ പറയുകയുണ്ടായി, ഈ 2 വെൽനസ് സെന്ററുകൾ വന്നതുകൊണ്ട്
പേഷ്യൻസ് ധാരാളം എണ്ണം കുറഞ്ഞു. കാരണം ഈ രണ്ട് കരയിലും കടുവാമൊഴിയിൽ പ്രവർത്തിക്കുന്നതും നടക്കൽ പ്രവർത്തിക്കുന്നതുമായ 2 ഹെൽത്ത് സെൻ്ററിലും വെൽനസ് ക്ലിനിക്കിലും ധാരാളം പേഷ്യൻസ് അങ്ങോട്ടും പോകുന്നുണ്ട്. അവിടെയൊക്കെ മരുന്നുകൾ ലഭ്യമായിക്കൊണ്ട് ഡോക്ടറുടെ സേവനം നമ്മൾ നഗരസഭ കൃത്യമായി അത് മോണിറ്റർ ചെയ്താണ് പോകുന്നത്. അപ്പം നമുക്ക് ആശുപത്രിയുടെ കാര്യത്തിലും നമുക്ക് ഘട്ടം ഘട്ടമായുള്ള വികസനം തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ജനസാന്ദ്രതയും ആളുകളുടെ എണ്ണമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പരമപ്രധാന മറ്റൊരു ആവശ്യമാണ്, നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് ഒരു സ്റ്റേഡിയം. നമുക്കൊന്ന് നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊരു എന്തെങ്കിലും ഒരു മത്സരം നടത്താനോ ഒന്നും ഒരു സ്റ്റേഡിയം ഇല്ലാത്ത ഒരു സാഹചര്യം. ഇടയ്ക്ക് അനൗപചാരികമായിട്ടാണെങ്കിൽ പോലും ചില വ്യക്തികൾ പറയുകയുണ്ടായി, നമ്മുടെ മിനി ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന ആ സ്ഥലം അത് ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റിയിട്ട് അതൊരു സ്റ്റേഡിയം ആക്കി മാറ്റുന്നതിനെ കുറിച്ച് വേണം ചിന്തിക്കാം എന്നുള്ള ഒരു ചർച്ചയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചെയർമാനിക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നമ്മൾ ആദ്യം തുടങ്ങി വെച്ചൊരു കാര്യമുള്ളൂ, ഒരു നഗരപ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അതിലൊന്നാണ് ഇപ്പം ആശം പറഞ്ഞ സ്റ്റേഡിയം. അപ്പൊ സ്റ്റേഡിയം നമ്മൾ തുടക്കം മുതൽ ഇലക്ഷൻ സമയത്തും അല്ലാതെയും മുമ്പും ഇപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് സ്റ്റേഡിയം, പാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈരാറ്റുപേട്ടയിലെ മാലിന്യ സംസ്കരണം, വേസ്റ്റ് മാനേജ്മെന്റ്. ഏറ്റവും ഞാൻ നഗരസഭാ ചെയർമാൻ ആയതിനു ശേഷം എടുത്തെടുത്ത് പല സംസാരത്തിലും പറയുന്ന കാര്യമാണ് ഈരാറ്റുപേട്ടയിലെ മാലിന്യ പ്രശ്നം. കാരണം ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം എത്ര ഭൂവിസ്തൃതി ഉണ്ടെന്നും എത്ര നമ്മുടെ ഭൂമിയുടെ സോഴ്സ് എന്ന് മാത്രമാണ് നമുക്കെല്ലാം അറിയാം, ഇത് ഏരിയാത്തിലാണെന്നും. പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും ഇവിടുത്തെ ജനസംഖ്യ കൂടി വരുന്നു, ഇവിടുത്തെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ കൂടി വരുന്നു, വീടുകൾ കൂടി വരുന്നു, കെട്ടിടങ്ങൾ കൂടി വരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടുപോയി നോക്കിയപ്പോഴത്തേക്കും കണ്ട കാഴ്ച, മീനച്ചിലാറ്റിലേക്ക് ആളുകൾ താമസിക്കുന്നിടത്തുനിന്ന് ചേർന്ന് ഇങ്ങനെ വേസ്റ്റുകൾ വലിച്ചെറിയാണ്. ആ വേസ്റ്റിന്റെ കൂട്ടത്തിൽ എന്തെല്ലാം ഭക്ഷണ വേസ്റ്റ് ഉണ്ടാവും, മനുഷ്യ വിസർജ്ജ വേസ്റ്റ് എല്ലാം ഉണ്ടാവും. അത് അവിടെ കിടന്ന് രോഗാണുക്കൾ പകർന്ന് ആ മീനച്ചിലാറ്റിന് തന്നെയാണ് ഈരാറ്റുപേട്ടയിലെ ജലസേചന പദ്ധതികളിലേക്ക് കുടിവെള്ളം എടുത്തുകൊണ്ട് പോയി ആളുകൾ കുടിക്കുന്നു, വീടുകളിലേക്ക് ഹോട്ടലുകളിലേക്ക് എല്ലാം ഉണ്ട്. അപ്പൊ അത് ഇപ്പം വേസ്റ്റ് മാനേജ്മെന്റ് വിഷയം പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ കാലഘട്ടത്തിൽ കുറെ അഭിനന്ദിക്കേണ്ട കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു 4-5 വർഷം മുമ്പ് നമ്മുടെ ഈ ന്യൂസ് അടക്കമുള്ള ചാനലുകളിൽ വന്ന വാർത്ത അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ വന്നു, കോടതി പോലും ഇടപെട്ടതാണ്. ഈരാറ്റുപേട്ടയിലെ പ്രധാനപ്പെട്ട നഗര പാതയോരങ്ങളിലെ 4-5 പോയിന്റുകളിൽ നിരന്തരം ഭക്ഷണ വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുന്ന ഫോട്ടോകൾ നിരന്തരം കാണുമായിരുന്നു. നമ്മുടെ കുരിക്കൽ നഗറിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും മുട്ടങ്കവലയും സെൻട്രൽ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ കിടക്കുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ഇന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ഈരാറ്റുപേട്ടയുടെ നഗരപാതയോരങ്ങൾ വളരെ വൃത്തിയാണ്, ക്ലീൻ സിറ്റിയായി പാതയോരങ്ങൾ മാറിയിരിക്കുകയാണ്. ഈരാറ്റുപേട്ടയിലെ മുഴുവൻ ഹോട്ടലുകളിൽ നിന്നും അതുപോലെ പാതയോരങ്ങളിലുള്ള വീടുകളിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണ വേസ്റ്റ് കളക്ട് ചെയ്ത് തേവരുപാറയിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അത് തുമ്പൂർമൊഴി യൂണിറ്റിന്റെ ഹെൽപ്പോടുകൂടി അത് വളരെ കൃത്യമായി അത് സംസ്കരിച്ച് വളമാക്കി മാറ്റുകയാണ്. നിങ്ങൾ അവിടെ പോയി കണ്ടാൽ അത് അറിയാം. രണ്ടാമത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെ കൃത്യമായി 29 വാർഡുകളിലും ഹരിതകർമ്മസേന അംഗങ്ങൾ ചെന്ന് വീടുകളിലും കടകളിലും ചെന്ന് പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്ത് അത് ഗവൺമെന്റിന്റെ അക്രഡിറ്റഡ് ഏജൻസിയായ ക്ലീൻ കേരള എന്ന് പറയുന്ന കമ്പനിക്ക് ആ പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത് അത് അവർ റീസൈക്കിൾ ചെയ്ത് പോവുകയാണ്. പക്ഷെ നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈ പറയപ്പെടുന്ന മീനച്ചിലാറിന്റെ വിഷയങ്ങൾ, മീനച്ചിലാറ്റിലേക്ക് വരുന്ന കൈത്തോടുകളിൽ കാണുന്ന വേസ്റ്റുകൾ ധാരാളം, അത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇപ്പം തേവരുപാറയുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് പോലും നമുക്ക് പര്യാപ്തമല്ലാത്ത രീതിയിലേക്ക് ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. പല ഹോട്ടലിൽ നിന്നും വേസ്റ്റ് എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അവരൊക്കെ വേസ്റ്റ് എടുക്കാൻ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫാമുകൾ നടത്തുന്ന ആളുകളെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം പന്നി ഫാം അടക്കമുള്ള ഫാമുകൾ നടത്തുന്ന ആളുകളെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വളരെ പെട്ടെന്ന്, ഞാൻ ഈ സ്റ്റേഡിയം പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈരാറ്റുപേട്ടയിൽ ഒരു 4 ഏക്കർ സ്ഥലം ഈ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി സ്വന്തമായി കിട്ടിയാൽ KSWMBയുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് നമുക്ക് 43 കോടി രൂപ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുകയാണ്. ആ 43 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ മുമ്പോട്ട് പോയാലും നമുക്ക് ഈ നാട്ടിൽ മാലിന്യവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ അതിനു വേണ്ടി നമുക്കൊരു 4 ഏക്കർ സ്ഥലം വേണം. ആ കൂട്ടത്തിൽ നമുക്കൊരു സ്റ്റേഡിയത്തിന് വേണ്ടി, ഒരു പ്ലേ ഗ്രൗണ്ടിന് വേണ്ടിയും കൂടെ 1, 1.5, 2 ഏക്കർ സ്ഥലവും കൂടെ കണ്ടെത്തി 2 സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്നും അതിന് നമ്മുടെ ഫെയർ വാല്യൂ വെച്ചിട്ടുള്ള ഫണ്ട് വെച്ച് ഫെയർ വാല്യൂവിന് അപ്പുറത്ത് വരുന്ന ഫണ്ടുകൾ നമ്മൾ നല്ല ബ്രാൻഡഡ് കമ്പനികളായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വിദേശത്തുള്ള നമ്മുടെ നാട്ടുകാരുണ്ട്, സംരംഭകരുണ്ട്, ഇവരെല്ലാം കണ്ട് ബാങ്കുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്,
ഇവരെല്ലാം സമീപിച്ച് നമ്മൾ അവിടെ CSR ഫണ്ട് അടക്കമുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്തും ഒരു പാർട്ട്ണർഷിപ്പിൽ നഗരസഭയും പബ്ലിക്കും ചേർന്ന ഒരു പരിപാടിയെക്കുറിച്ച് ഞാനിങ്ങനെ കുറേ നാളെ ആലോചിക്കുകയും നമ്മൾ കൗൺസിലിൽ അത് ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി മാലിന്യ സംസ്കരണ സംവിധാനവും ഗ്രൗണ്ടൊക്കെ പ്രാവർത്തികമാവും. ഇറങ്ങിത്തിരിച്ചാൽ നടക്കും. സഹായിക്കുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളതെന്ന് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പം അതുപോലെ സുമനസ്സുകളായ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. നാടിന്റെ ആവശ്യമാണ്, നമുക്കല്ല. നമുക്കൊക്കെ നമ്മുടെ മക്കളുടെ ഒരു ഭാവിക്ക് വേണ്ടി അത് ആവശ്യമാണ്. കടന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ആ ഒരു ചിന്തയിലാണ് നമ്മളുള്ളത്. തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗൈഡൻസ് റോഡ്, സഫ റോഡ്, ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ വലിയൊരു വിപ്ലവകരമായ മാറ്റം തന്നെ. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒന്നിന്റെ ആൾക്കാർ കണ്ടപ്പോ ഇവിടെ പോകുന്നു, ചെയർമാന് ആയിട്ടൊരു അല്പം സൗഹൃദ സംഭാഷണത്തിന് പോകുന്ന പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഈ ഒരു കാര്യം കൂടെ ചോദിക്കുക. ചെയർമാന്റെ വീട്ടിലേക്ക്, കുടുംബ വീട്ടിലേക്ക് പോകുന്ന വഴി തോട് വരവെന്ന് മുട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് 100 മീറ്റർ നന്നാക്കി എടുക്കുകയാണെങ്കിൽ ഈ 2 റോഡും കൂടെ യോജിപ്പിക്കാൻ ഗൈഡൻസിലേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് അതിനെ കുറിച്ചുള്ള ഒരു എന്താണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജനപ്രതിയായിട്ട് 2010, 15, 15, 20 കാലഘട്ടത്തിലും കഴിഞ്ഞ ടേമിൽ അവസാനത്തെ വർഷവും ബൈ ഇലക്ഷനിൽ എൻ്റെ ഭാര്യ റൂബിനായും അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രദേശത്തെ ഒരു ജനപ്രതിയാണ്. ഇപ്പം ആഷിഫ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുഴുവേലി പിന്നെ സഫാനഗർ എന്ന് പറയുന്ന 2 പ്രദേശം നഗരസഭയിൽ ഒരു വാർഡിൽ 2ആയിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഏക വാർഡ് ഈ വാർഡാണ്. അതിന്റെ സംഭവം എന്താ വെച്ചാൽ, അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിവിടെ ഒരു വാർഡ് സഭ വിളിച്ചാൽ പോലും വാർഡ് സഭ സഭാമാര് വിളിച്ചാൽ കുഴുവേലിയുള്ള ആൾക്കാർ വരത്തില്ല. വരാൻ പ്രയാസം അവർക്ക്. കാരണം ഇങ്ങോട്ടൊരു കണക്ഷൻ ഇല്ല. കുഴുവേലി വെച്ചാൽ ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് പോകാൻ പാടില്ല. 2 സ്ഥലമാണ്. കാരണം അതിനിടയ്ക്ക് കൂടെ ഒരു തോടും ഒരു കുറെ പ്രദേശങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരുപാട് പരിശോധന കഴിഞ്ഞവണയൊക്കെ നമ്മൾ കുറെ പരിശ്രമങ്ങൾ നടത്തി. അപ്പൊ ഇപ്പൊ അവസാനം കണ്ടുവച്ചിരിക്കുന്നത് മൂലച്ചാലിക്കാരുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് സഫായിലേക്ക് കയറുന്ന വെച്ചാൽ അവിടെ എന്താ വെച്ചാൽ അവിടെ 2-3 വീടുകളുണ്ട്. അങ്ങനെ ഒരു സ്വകാര്യ വ്യക്തികളുടെ വീടിന്റെ ഇടയ്ക്ക് കൂടെ വീതി കുറവുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് ഇത്തവണ ഒന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ട്. എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി, കാരണം ഇവിടുത്തെ ആളുകളുടെ ഒരു വലിയ ആഗ്രഹമാണ്, അവർ സഹകരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അത് എന്തെങ്കിലും തരത്തില് നമ്മളതൊരു പിന്നെ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തത് വലിയൊരു നമ്മളിപ്പം വിരാറ്റൂർ ടൗണിൽ നിന്നും തെക്കേക്കര കോസ്വേയിലേക്ക് ഒരു പാലം വന്ന പോലെ വിപ്ലവകരമായ ഒരു വികസനമാണ് ഈരാറ്റുപേട്ടയില് ഉണ്ടായത് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ഈ നമ്മുടെ ഈ ഗ്രാമ റോഡും കൂടെ 2 പാലം വേണം. 2 പാലം വേണം. 2 തോടുണ്ട്. കാരണം ഈ ഈരാറ്റുപേട്ട നഗരസഭ ഏറ്റവും കൂടുതൽ ആ തോടുകൾ കടന്നു പോകുന്ന ഭാഗമാണിത്. വെള്ളൂപ്പാറത്തോട്, വടക്കേൽ തോട്, മൂലേച്ചാലി തോട്, അങ്ങനെ 3-4-5 തോടുകൾ ഈ പ്രദേശത്തുണ്ട്. ഒരുപാട് തോടുകളുണ്ട്. തീർച്ചയായിട്ടും. മറ്റൊന്ന്, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്ത് ഡിസൈൻ ചെയ്തതാണ് ഈരാറ്റുപേട്ട നഗരസഭയുടെ അതിർത്തി ബോർഡുകൾ. എന്തുകൊണ്ടോ അത് പ്രാബല്യത്തിൽ വന്നില്ല. പല സ്ഥലങ്ങളിലും ഉണ്ട് സ്വാഗതം ഈരാറ്റുപേട്ട നഗരസഭ, സ്വാഗതം പാല നഗരസഭ എന്നുള്ള പല ബോർഡുകളും പല സ്ഥലത്തും കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈരാറ്റുപേട്ടയിൽ മാത്രം ഒരു അതിർത്തി ആർച്ച്, ചെറിയ ബോർഡല്ല ഉദ്ദേശിക്കുന്നത്, PWDയുടെ ബോർഡുണ്ട്. അതുണ്ട്. അതല്ല, നമ്മൾ ആർച്ചാണ് നഗരസഭയുടേതായിട്ടുള്ള. നഗരസഭ കഴിഞ്ഞ പ്രാവശ്യം ഡിസൈൻ ചെയ്തതാണ്. അതെന്താണ് നടപ്പിലാക്കാൻ പറ്റാതെ പോയതെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാനത് പഠിക്കാം. പക്ഷെ നമുക്കത് ഇനി ചെയ്യാവുന്ന കാര്യമാണല്ലോ. നമുക്കത് തീർച്ചയായിട്ടും ഒരു നഗരപ്രദേശത്തേക്ക് കടന്നു വരുമ്പോഴത്തേക്ക്, നഗരസഭയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കുള്ള ഒരു വെൽക്കം ചെയ്തുകൊണ്ടുള്ള ബോർഡ് എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ. നമുക്കത് ആലോചിക്കാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ജനങ്ങളെയും ആളുകളെയും കണ്ടും കേട്ടും വർത്തമാനം പറഞ്ഞ് നടക്കുന്ന നിങ്ങളെപ്പോലുള്ള മീഡിയ പേഴ്സൺസിന് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. അപ്പം സമയാസമയങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മളെ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള സഹകരണം ഉണ്ടാവും. എന്തിനും നമ്മൾ ഫുൾ ടൈം ഇതിന്റെ ഒരു നിലയിൽ നിൽക്കുവാണല്ലോ. തീർച്ചയായിട്ടും. മറ്റൊന്ന്, ഓട്ടോറിക്ഷകളുടെ നമ്പര് നമുക്ക് ഈരാറ്റുപേട്ടയിൽ മറ്റുള്ള പ്രദേശങ്ങളെക്കാൾ കൂടുതൽ ഓട്ടോറിക്ഷ ഉള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ട. മാറി മാറി എൻ്റെ ഓർമ്മ പഞ്ചായത്തായിരുന്ന കാലഘട്ടം മുതൽ ഫസ്റ്റ് മുനിസിപ്പൽ ആ ഭരണസമിതിയുടെ കാലം വരെ ഓട്ടോറിക്ഷ അവരെ വിളിക്കുകയും നമ്പർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അതൊരു കൃത്യമായിട്ട് നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ട്രാഫിക് കമ്മിറ്റി കൂടിയപ്പോഴത്തേക്കും ഓട്ടോറിക്ഷ പ്രതിനിധി ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനകത്ത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു സ്വഭാവം നമുക്കറിയാൻ. ഇവിടുത്തെ ജനസംഖ്യ, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ചെറുപ്പക്കാരെല്ലാം ബിസിനസ്സും അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ തേടി പോകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈവേഴ്സ്, ഇപ്പം ഇന്നലെ അതിനകത്ത് വേറൊരു ഇതെന്ന് വെച്ചാൽ, ഇന്നലെ ഡ്രൈവേഴ്സ് യൂണിയന്റെ KSRTC ഡിപ്പോയിൽ ഇന്നലെ ഡ്രൈവേഴ്സ് ഡേ ആയിരുന്നു. അതിന് നല്ല ഡ്രൈവേഴ്സിനെ ആദരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി. അവിടുത്തെ ഏറ്റവും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രദേശത്തെ ഡിപ്പോകൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കഴിവുള്ള ഡ്രൈവർമാരുള്ള
ഏറ്റവും കൂടുതൽ ഡ്രൈവർമാരുള്ള ഒരു ഡിപ്പോ ആണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ട ഡിപ്പോയുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ ധാരാളം നല്ല മികച്ച ഡ്രൈവർമാരുണ്ടെന്നാണ് പറഞ്ഞത്. മികച്ച ഡ്രൈവർമാർ എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ അല്ല, അതിന്റെ ഒരു മാനദണ്ഡം പറഞ്ഞ എന്താ വെച്ചാല് അപകടം കുറവ്, വാഹനാപകടം കുറവ്, പബ്ലിക്കിന്റെ പരാതി കുറവ്, ഇന്ധനക്ഷമത കീപ്പ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളിൽ മികവുള്ള ഡ്രൈവർമാരുള്ള പ്രദേശം എന്ന് പറയുന്ന പോലെ ഈ ഓട്ടോറിക്ഷയുടെ കാര്യത്തിൽ അത് തന്നെയാണ്. ഓട്ടോറിക്ഷയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു തൊഴിലിന്റെ ഭാഗമാണ്. പക്ഷേ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഓട്ടോറിക്ഷയ്ക്ക് സ്റ്റാൻഡ് കൊടുക്കുന്നതിനുള്ള ഒരുപാട് പരിമിതികളുണ്ട്. ഓട്ടോറിക്ഷയുടെ എണ്ണം കൂടി വരികയാണ്, പുതിയ സ്റ്റാൻഡുകൾ രൂപപ്പെട്ട് വരുന്നു. അപ്പൊ അതിന് കഴിഞ്ഞാൽ എനിക്കൊന്ന് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹാഷിമും PK വ്യാസ് സാഹിബ് ഇരുന്ന സമയത്ത് ആ കാര്യത്തിൽ കുറച്ച് നല്ലൊരു മൂവ്മെന്റ് നടത്തിയിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അതിനൊരു പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ചെയർപേഴ്സൺ സൂറാദുൽക്കാർ എന്ന സമയത്തും അവരെ വിളിച്ചു കൂട്ടി കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു. നമുക്ക് ആ ഒരു മേഖലയിൽ കൂടി അവരെയൊക്കെ വിളിച്ചു ചേർത്തുന്നു. എന്താണ് നല്ലൊരു അഭിപ്രായം ചെയ്ത് നമുക്ക് മുന്നോട്ട് നല്ലത് ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാം. തീർച്ചയായിട്ടും ഞാൻ കുറെ ചോദ്യങ്ങൾ ചെയർമാനോട് ചോദിച്ചു. ഇനിയിപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുന്നില്ല. ചെയർമാനിക്ക് നമ്മുടെ ഈ പൊതുസമൂഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം അത് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശം കേരളത്തിൽ ഇന്ത്യയിലെടുത്ത് പരിശോധിച്ചാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനസാന്ദ്രതയുള്ള പ്രദേശം, ചെറിയ ഭൂപ്രദേശത്ത് ഇത്രയേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരസഭ പക്ഷേ കേരളത്തിൽ ഇന്ത്യയിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ പരിമിതികളെ കവർ ചെയ്യാൻ ഈ നാട്ടിലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് സുമനസ്സുകളായ ആളുകളുടെ നാടാണ് നമ്മുടെ നാട്. മണിക്കൂറുകൾ കൊണ്ട്, ദിവസം കൊണ്ട് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളുണ്ട്. അതുകൂടാതെ ആപൽ ഘട്ടത്തിൽ മനുഷ്യന്റെ ജീവൻ അപകടത്തിലാവുന്ന കേരളത്തിനകത്തും പുറത്തുമായി എത്രയോ സംഭവങ്ങളിൽ രക്ഷാപ്രവർത്തനവുമായി കടന്നു പോയിട്ടുള്ള രക്ഷാപ്രവർത്തനമുള്ള നാടാണ് ഈരാറ്റുപേട്ട. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശം ഞാൻ പ്രത്യേകിച്ച് കാണുന്നത് മറ്റുള്ള പ്രദേശങ്ങളെക്കാൾ കൂടുതൽ വിഭവശേഷിയുള്ള നാടാണ്, മനുഷ്യ വിഭവശേഷിയുള്ള നാടാണ്. സംഘടനകൾ നന്നായി പ്രവർത്തിക്കുന്ന നാടാണ്. അപ്പം നമ്മൾ ഈ പറയപ്പെടുന്ന വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയും എന്താ പറയാ, നമ്മുടെ ഗ്രൗണ്ടിന് വേണ്ടിയും, പക്ഷെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള ഓഫീസ് സമുച്ചയങ്ങളൊക്കെ നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കാം നഗരസഭ. പക്ഷെ അങ്ങനെയുള്ള ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ആളുകളുടെ ഒരു സപ്പോർട്ട് വലിയ ഘടകമാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള, എനിക്ക് പബ്ലിക്കിനോട് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരാവശ്യമായി, നമ്മുടെ നാടിൻ്റെ ഒരാവശ്യമായി കണ്ടുകൊണ്ട് നഗരസഭ നടത്തുന്ന ഓരോ പദ്ധതികളിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ഞാൻ നഗരസഭയുടെ ഫസ്റ്റ് കമ്മിറ്റിയിൽ തന്നെ പറഞ്ഞ കാര്യം, 29 കൗൺസിലേഴ്സും അവരോടും പറഞ്ഞ കാര്യം, കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യം, നമുക്ക് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കണം. ഓരോ പ്രദേശത്തേക്കും നമുക്ക് വികസനവും ക്ഷേമവും എത്തിച്ചേരണം. അത് കൃത്യമാണ്. നമുക്കെല്ലാം പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. ഞാൻ UDF മുന്നണിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പാർട്ടിയും മുന്നണിയുണ്ട്. നമ്മൾ നമ്മുടെ പാർട്ടിക്കും മുന്നണിക്കും വിധേയമായി നിന്നുകൊണ്ട് എന്നാൽ നാടിന് വേണ്ടി വികസനം എത്തിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള മെസ്സേജ് നമ്മൾ ഫസ്റ്റ് കമ്മിറ്റിയിൽ തന്നെ കൗൺസിലേഴ്സിന് ഷെയർ ചെയ്തു. അവരെല്ലാം നല്ല ആത്മാർത്ഥമായി അത് സ്വീകരിക്കുകയാണിത്. അപ്പം നമ്മളെല്ലാവരും കൂടി ചേർന്ന് എന്നാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നഗരസഭ ചെയ്തോട്ടെ എന്ന് മാത്രം മാറ്റി നിർത്താതെ നിങ്ങളുടെ നല്ല മനസ്സ് ഇനിയും നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ പദ്ധതികളിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നവരുണ്ടാവും, സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവരുണ്ടാവും, ശാരീരികമായി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. ഇവരെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി നിർത്തി ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചെയർമാന്റെ കുടുംബവും നമ്മോടൊപ്പം കൂടിയിരിക്കുകയാണ്. ചെയർമാന്റെ കുടുംബം എന്ന് പറയുന്ന റൂബിന നാസർ 1 വർഷക്കാലം നമ്മുടെ ഈ വാർഡിന്റെ കൗൺസിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു 1 വർഷക്കാലത്തെ പ്രവർത്തനം? 1 വർഷക്കാലത്തെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണോ ഈ പ്രാവശ്യം? ഇതിന് മാത്രം ഭൂരിപക്ഷം കിട്ടാനുള്ള കാര്യം ആണല്ലേ? അപ്പൊ ഇപ്രാവശ്യം ഭൂരിപക്ഷം കിട്ടണം, ചെയർമാൻ ആക്കണം എന്നുള്ള ഒരു മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടായിരുന്നോ? അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് വാടി നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചു. അതെ, പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചു. എങ്ങനെയാണ് 1 വർഷക്കാലം ജനങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പം ജനങ്ങളുടെ സഹകരണം? ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു കൗൺസിൽ ആകുന്നത്. ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? അനുഭവം വളരെ നല്ല അനുഭവമായിരുന്നു. മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപെടാൻ പറ്റി എനിക്ക്. ഇനി മത്സരിക്കണം ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമില്ല. ഇപ്പൊ ചെയർമാൻ ആയി കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ചെയർമാനാണ്, ഫുൾ ടൈം
അപ്പം തിരക്കാണ്. ഈരാറ്റുപേട്ട നഗരസഭയുടെ പിതാവാണ് അദ്ദേഹം. അപ്പം പഴയ പോലെ കിട്ടുന്നുണ്ടോ നമുക്ക് വീട്ടില്? ഇല്ല, അങ്ങനെ കിട്ടുന്നില്ല. വെളുപ്പിന് പോകുന്നു, രാവിലെ 9 മണിയാകുമ്പോ പോകുന്നു, വൈകുന്നേരം ഏതെങ്കിലും സമയത്ത് നേരത്ത് വരും. ചിലപ്പോ ഉണ്ണാൻ വരും, ചില നേരം വരും, ചില നേരത്ത് വരത്തില്ല. ഇങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കുടുംബം നോക്കുന്നുണ്ട്. മോളുടെ പേരെന്താ? മിറ പറയാം. എവിടെയാ പഠിക്കുന്നത്? എവിടം വരെ എത്തി? 7 എങ്ങനെയുണ്ട് പഠനമൊക്കെ? ഇപ്പൊ സ്കൂളിൽ പോകുമ്പോ ഇച്ചിരി ഒരു സ്റ്റാർ പരിവേഷം കിട്ടുന്നുണ്ടോ? പാപ്പി മുനിസിപ്പൽ ചെയർമാനാണ്. ഉണ്ട്. കൂട്ടുകാരൊക്കെ എന്താ പറയുന്നത്? ഒന്നും പറയുന്നില്ല. എങ്ങനെ അധ്യാപകരൊക്കെ ഒരു ചെയർമാന്റെ മകളെന്ന നിലയ്ക്ക് കൂടുതൽ പരിഗണന ഉണ്ടെന്ന് തരുന്നുണ്ടോ? തരുന്നില്ല. ചെയർമാന്റെ മകളാണെന്ന് അറിയാവോ? അറിയാം, എല്ലാവർക്കും അറിയാം. പാപ്പി എങ്ങനെയുണ്ട് ഇപ്പം ചെയർമാൻ ആയി കഴിഞ്ഞപ്പം കൂടുതൽ സമയം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അടുത്ത് കിട്ടുന്നുണ്ടോ? ടൂറൊന്നും പോകാൻ കിട്ടുന്നില്ല. അതിന്റെ ഒരു പരാതിയും പരിഭവം ഉണ്ട്. ചെയർമാൻ ആയതിൽ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. നിന്റെ പേരെടാ? മുഹമ്മദ് മിദിലാജ്. അടിപൊളി പേരാന്താണല്ലോ. എവിടെയാ പഠിക്കുന്നത്? SML +1. എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? അവിടെ ഉള്ളവർക്ക് അറിയാവോ ചെയർമാന്റെ മകനാണെന്ന്? അവർക്കൊരു സ്വീകരണം കൊടുക്കണ്ടേ അവിടെ? ചെയർമാൻ നേരത്തെ കൗൺസിലർ ആയിരുന്ന ആ ഒരു സമയത്തുള്ള രീതി തന്നെയാണ് ഇപ്പോഴും ഒരു ചെയർമാൻ ആയതിനു ശേഷം വീട്ടിലെ പെരുമാറ്റം? അത് ചെയർമാനാണ്, ഞാൻ ഈ നഗരത്തിന്റെ പിതാവാണ് എന്നുള്ള രീതിയിൽ വീട്ടിലും ആ ഒരു അധികാരമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാ പോകുന്നല്ലേ. അവന്റെ പേരെന്നാ? എന്റെ പേര് മുഹമ്മദ് മിർസാദ്. എത്രല്ല പഠിക്കുന്നത്? ഞാൻ +2 കഴിഞ്ഞിരിക്കുക. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക. എന്താണ് നമ്മുടെ ഒരു പ്ലാൻ? എന്താണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മനിലേക്ക് പോകാനാണോ? ജർമ്മനിലേക്ക് പോയിട്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യാം. അതല്ലേ. ആരാ അതിന്റെ ഒരു പ്രചോദനമായത്? പ്രചോദനമായിട്ട് ആരുമില്ല, താല്പര്യം, സ്വന്തം താല്പര്യമാണ്. ജർമ്മൻ ലാംഗ്വേജ് എത്ര വർഷം? ഓ, അത് ശരി. അന്നേരം ഇപ്പൊ അവർക്ക് വിദേശമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ? നല്ല രീതി പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? എത്ര വർഷമായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ? എത്ര മാസമായി? അതൊരു 7-8 മാസം. 8 മാസമായിട്ടുണ്ട്. എത്ര മാസത്തെ കോഴ്സ് അത്? 9 മാസം. വാപ്പി ഒരു സജീവ പാർട്ടി പ്രവർത്തകനാ അല്ലേ? നിങ്ങളൊക്കെ ജനിക്കുന്ന കാലം മുതൽ, അതിന് മുമ്പ് മുതൽ വാപ്പി സജീവ പാർട്ടി പ്രവർത്തകനാ. നിങ്ങൾക്ക് ആർക്കും പൊളിറ്റിക്സ് ഇല്ലേ? പൊളിറ്റിക്സ് ഉണ്ടോ ചോദിച്ചാൽ പൊളിറ്റിക്സിനായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. എങ്കിലും മനസ്സിലൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. ഉണ്ട്. അത് വാപ്പിയുടെ രാഷ്ട്രീയമാണോ വേറെ ഭിന്നമായ രാഷ്ട്രീയം വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മുസ്ലിം ലീഗിനോട് തന്നെയാ താല്പര്യം എല്ലാവർക്കും അല്ലേ? ഓക്കെ. നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ വളരെ സുതാര്യമായി തന്നെ നമ്മുടെ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VP നാസർ ഈ ന്യൂസുമായിട്ട് പങ്കുവച്ചിരിക്കുകയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യ നമുക്കറിയാം, ഒരു വർഷക്കാലം ഈരാറ്റുപേട്ട നഗരസഭയുടെ കൗൺസിലായിരുന്നു. മക്കൾ, എല്ലാവർക്കും പിതാവിന്റെ ആ രാഷ്ട്രീയ പാത തന്നെയാണ് താല്പര്യം. ഒരുപാട് വലിയ വികസന കാഴ്ചപ്പാടുകളാണ് ചെയർമാനിക്കുള്ളത്. കടന്നു വരുന്ന ഈ 5 വർഷക്കാലം വളരെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ അഡ്വക്കേറ്റ് VP നാസറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇനി ശുചിത്വത്തിൻ തിളക്കം ഡിഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡിഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. ഹോം ബോണിന്റെ ഡിഫിക്സ് ഡിഷ് വാഷ് ജെൽ സെൻസിറ്റീവ് കൈകൾക്ക് അനുയോജ്യം. ഡിഫിക്സിന്റെ യുണീക് ഫോർമുല, സോഫ്റ്റ് ഓൺ സ്കിൻ ഇൻഗ്രീഡിയൻസ്, പവർ ഫോമിംഗ് ആക്ഷൻ ആൻഡ് റിയൽ ജെൽ ഫോം എന്നിവയാൽ പാത്രം കഴുകൽ കൂടുതൽ എളുപ്പമാക്കുന്നു. എക്സ്പീരിയൻസ് ദ ക്വാളിറ്റി ആൻഡ് ഷൈൻ ഓഫ് ഡിഫിക്സ്.